കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾ, അതിൽ പ്രധാനമായും പച്ചമുളക് കൃഷി ചെയ്യുന്നതിനെ പറ്റി വ്യത്യസ്തങ്ങളായ നിരവധി വീഡിയോകൾ കൃഷി മാസ്റ്ററിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കരിയിലയും കമ്പോസ്റ്റും അതിൻ്റെ കൂടെ ഒരു പിടി മണ്ണും ഉപയോഗിച്ച് ഒട്ടും കീടബാധ ഇല്ലാതെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മുളക് തോട്ടം ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതേപോലെ അത്യാവശ്യ വലിപ്പമുള്ള ഒരു ചാക്കുണ്ടെങ്കിൽ അത് മതി നമുക്ക് നല്ലൊരു പച്ചമുളക് തോട്ടം ഉണ്ടാക്കാനായിട്ട്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയായ മെത്തേഡാണ്. അപ്പോൾ ചാക്കിൽ സെറ്റ് ചെയ്തെടുക്കുന്ന മുളക് കൃഷി എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദിവസവും മുറ്റം അടിച്ചു വാരുമ്പോൾ കിട്ടുന്ന കരിയിലകളൊക്കെ ഒരു 5-6 ദിവസത്തെ കരിയിലകൾ കത്തിച്ച് കളയാതെ ഒരു ചാക്കിനകത്തേക്ക് എടുത്തു വെക്കണം. വീട്ടിലെ മുറ്റം അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയിലകളൊന്നും ഞാൻ വേസ്റ്റാക്കി കളയാറില്ല. എല്ലാ കരിയിലകളും ഇതേപോലെ ഒരു പഴയ ഡ്രമ്മിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും കരിയിലകൾ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കരിയില കമ്പോസ്റ്റും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കരിയിലകൾ ശേഖരിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇതേപോലെയുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചാക്കാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നാം എടുത്തു വെച്ച കരിയിലകൾ ഈ ചാക്കിലേക്ക് നല്ലപോലെ അമർത്തി നിറച്ചു കൊടുക്കണം. ചാക്കിൽ കരിയില ഫുള്ളായി കഴിഞ്ഞാൽ ചാക്കിൻ്റെ മുകൾ ഭാഗം, അതായത് ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുകയോ ഇതേപോലെ കത്രികയുടെ അറ്റം കൊണ്ട് ഹോളുണ്ടാക്കി തുന്നുന്ന പോലെ കോർത്ത് കെട്ടിക്കൊടുക്കുകയോ ചെയ്യണം. ഈ ഒരു കൃഷി രീതി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തെ കരിയിലകൾ വൃത്തിയാവുകയും ചെയ്യും. അതോടൊപ്പം മണ്ണിൽ നിന്നുള്ള നിയമവിരകൾ പോലെയുള്ള കീടങ്ങളുടെ ഉപദ്രവമൊന്നും ഇല്ലാതെ നല്ലൊരു പച്ചമുളക് കൃഷി രീതി നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഈ ഒരു കൃഷി രീതി മുളക് ചെടികൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, തക്കാളിക്കും വെണ്ടയും വഴുതനയും തുടങ്ങിയ എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. കരിയില ചാക്കിൽ ഫുള്ളായി കഴിഞ്ഞാൽ കരിയില എല്ലായിടത്തും ആവുന്ന പോലെ കൈകൊണ്ടൊന്ന് തട്ടി സെറ്റാക്കി എടുക്കണം. ഈ ഒരു ചാക്കിലേക്ക് നമ്മൾ 3 സെറ്റ് മുളക് ചെടികളാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ചാക്കിൽ റൗണ്ടിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി ഈ റൗണ്ടിലൂടെ കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ മുറിച്ചെടുക്കാം. റൗണ്ട് മുഴുവനായും മുറിച്ച് മാറ്റാതെ ഒരറ്റം മുറിക്കാതെ നിർത്തിക്കോളൂ. മുഴുവനായും മുറിച്ച് മാറ്റാത്തതിൻ്റെ ആവശ്യം ഞാൻ അവസാനം പറയുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തു വെച്ച 3 സ്ഥലത്തും ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ ഹോളിൽ നിന്നും കുറേശ്ശെ കരിയില മാറ്റി കൊടുക്കണം. മുളക് ചെടികൾ നടാനായിട്ട് നമുക്കൊരു സ്ഥലം വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ഹോളിൽ നിന്നും കുറേശ്ശെ കരിയിലകൾ എടുത്ത് മാറ്റുന്നത്. ഇനി ഈ ഹോളിലേക്ക് കുറച്ച് ജൈവ വളക്കൂട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് വളരെ കുറച്ച് ഒരു പിടി മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും അതുപോലെ സ്വല്പം വേപ്പിൻ പിണ്ണാക്കും കൂട്ടി നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഈ പറഞ്ഞ വളങ്ങളൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജൈവ വളങ്ങളായ തേയില ചണ്ടിയോ കോഴിവളമോ ആട്ടിൻ കാഷ്ടമോ അതല്ലെങ്കിൽ പച്ചക്കറി കമ്പോസ്റ്റോ, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണെങ്കിലും അതായാലും മതി. ഇനി നാം തയ്യാറാക്കി വെച്ച വളങ്ങളെല്ലാം കൂടി ഈ വളക്കൂട്ട് 3 ഹോളിലേക്കും നിറച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഹോളിലേക്ക് മുളക് തൈകൾ നട്ടുകൊടുക്കാം. കൈകൊണ്ട് ചെറിയൊരു കുഴിയെടുത്ത് അതിലേക്ക് തൈകൾ നട്ടുകൊടുക്കാം. 3 ഹോളിലും ഓരോ തൈകൾ വീതം ഞാൻ നട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ മുറിച്ച് മാറ്റാതെ ഇരിക്കുന്ന ഫ്ലാപ്പ് പോലെയുള്ള ഭാഗത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഹോള് അടച്ചു വെക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ഹോള് അടച്ചു വെക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ ഏറെയുണ്ട്. മഴയെങ്ങാനും പെയ്യുകയാണെങ്കിൽ വെള്ളം കൂടുതലായി ചാക്കിലേക്ക് ഇറങ്ങുകയുമില്ല. അതേപോലെ തന്നെ ഏത് സമയത്തും മണ്ണിൽ ഒരു നനവ് നിലനിൽക്കുകയും ചെയ്യും. അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാനുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നത് ഇല്ലാതാക്കാനായിട്ട് ചാക്കിൻ്റെ അടിവശത്ത് 4-5 ചെറിയ ഹോളുകൾ കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ 3 ഹോളുകളിലും മുളക് തൈകൾ നട്ടു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് സ്യൂഡോമോണസ് വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മുളക് ചെടി കീടശല്യമൊന്നുമില്ലാണ്ട് സൂപ്പറായി വളർന്നു വരും. ഇപ്പോൾ നമ്മൾ മുളക് നട്ടിട്ട് 2 മാസത്തോളമായി. നമ്മൾ നട്ട തൈകൾ ഇപ്പോൾ ഈ ഒരു വലിപ്പമായി.
വെള്ളീച്ച ശല്യമോ കൂരിടിപ്പോ വാട്ടരോഗമോ ഒന്നും തന്നെ ഇല്ലാതെ കൃഷി സക്സസ് ആയത് കണ്ടപ്പോഴാണ് നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെടികളിൽ ഇപ്പോൾ മുളകുകൾ ഉണ്ടാവാനും തുടങ്ങിയിട്ടുണ്ട്. അധികം നീളമില്ലാത്ത നല്ല എരിവുള്ള ബുള്ളറ്റ് ഇനത്തിൽപ്പെട്ട മുളകുകളാണ് ഇത്. ഒരു ചെടിയിലാണ് ഇപ്പം മുളകുകൾ ഉണ്ടായിരിക്കുന്നത്. മറ്റു തൈകളിലെല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. 3 തൈകളും ഡിഫറൻ്റ് ആയ ഇനത്തിൽപ്പെട്ടതാണ്. പൂവിട്ട് തുടങ്ങിയ സമയത്ത് സ്വല്പം എല്ലുപൊടിയും ചാണകപ്പൊടിയും ചെടിയുടെ കടഭാഗത്തു നിന്ന് സ്വല്പം മാറ്റിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ വെള്ളീച്ചയുടെ ആക്രമണം വരാതിരിക്കാനായിട്ട് തൈകൾ നട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ആഴ്ചയിൽ 1 തവണ വീതം ഇലകളിലെല്ലാം തളിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, കുറേ കഴിയുമ്പോൾ ചാക്കിലെ കരിയില പൊടിയുന്നതോടുകൂടി ഒന്ന് അമർന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹോളിലൂടെ കരിയിലയും കമ്പോസ്റ്റും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ വളരെ കുറച്ച് മണ്ണ് ഉപയോഗിച്ച് മണ്ണിൽ നിന്നുള്ള കീടശല്യമൊന്നുമില്ലാതെ ഒരു മുളക് തോട്ടം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ തക്കാളിയും വെണ്ടയും വഴുതനയും അങ്ങനെ എല്ലാ പച്ചക്കറികളും നമുക്ക് ഇതേപോലെ ചാക്കിൽ മണ്ണില്ലാതെ കൃഷി ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.